ഹലോ ഗേസ്, ഞാൻ രാജീവ്. ഞാനിവിടെ പറയുന്ന സെക്കൻഡ് ഷോയ്ക്ക് പോയി തിരിച്ച് വീട്ടിൽ വരുമ്പോഴുള്ള ഒരു പ്രേതാനുഭവമാണ്. കഥ കേട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി കൂടാതെ കമൻറ്റും ചെയ്യണം. ഇനി കഥയിലേക്ക് പോകാം. ഞാൻ എൻ്റെ കൂട്ടുകാരും ഗിരീഷും കൂടി സെക്കൻഡ് ഷോയ്ക്ക് സിനിമ കാണാൻ വേണ്ടി പോയി. പിന്നീട് അർദ്ധരാത്രി ആയതും 12 മണിയായി. ഞാനും ഗിരീഷും സിനിമയും കഴിഞ്ഞ് സൈക്കിളും ചവിട്ടി വരികയാണ്. എന്നിട്ട് ഒരു കാതടപ്പിക്കുന്ന ഒരു ഇടിമുഴക്കവും കൂടാതെ അതിശക്തമായൊരു മഴയും കേട്ടു. പെട്ടെന്ന് ഒരു ചിലങ്കയുടെ ശബ്ദവും കേട്ടു. കൂടാതെ കുറുക്കന്മാരുടെ എന്ന് തോന്നിക്കുന്ന ഒരു നായയുടെ ഓരിയിടൽ. ഞാനും എൻ്റെ കൂട്ടുകാരനും ഗിരീഷും ഓരോ സിഗരറ്റ് എടുത്ത് വലിച്ചു. എന്നിട്ട് സിഗരറ്റ് വലിച്ചതിന് ശേഷം ഞങ്ങൾ ഇരുവരും വീണ്ടും യാത്രയായി. എന്നിട്ട് വഴിയരികിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് ഞങ്ങളെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോട് ഒറ്റ ചോദ്യം: എന്താണ്, നിങ്ങളറിയോ എന്നെ? എങ്കിൽ കേട്ടുകൊള്ളൂ, ഞാൻ സാവിത്രി, ഒരാത്മാവാണ്. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ ഒരു കാര്യം, എന്നെ കണ്ട കാര്യം ആരോടും പറയരുത്. നിലത്തൊരു ചോര വീണതും ഞാനത് സൂക്ഷിച്ച് നോക്കി. അതൊരു ചോരയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ സൂക്ഷിച്ച് നോക്കിയതും നിനക്കറിയാൻ പറ്റും. ഈ നമ്പറിൽ വെച്ച് ആളെ ബന്ധപ്പെടുക. ആ ആളുടെ പേര് ദിലീപ് എന്നാണ്. കാരണം അവൻ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയാണവൻ. എന്നാൽ ഇവനെ എനിക്ക് വേണം. അതിന് നീ ഇവനെ വിളിക്കണം. ശരി, ഞാനിപ്പോൾ തന്നെ ഇവനെ വിളിക്കാം. നീ നിൽക്കുന്ന സ്ഥലവും പറഞ്ഞു കൊടുത്തിട്ട് വേഗം വരാൻ പറയൂ. ശരി.